വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി വന്നിട്ടുണ്ട്. പാർട്ടിയെ വീണ്ടും വെട്ടിലാക്കി പി ജയരാജൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആത്മകഥയിലാണ് അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപും തൊട്ട് മുൻപും അത്തരത്തിൽ ചില സംഗതികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ ആവർത്തനമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സൈത്ത്, എന്താണ് വിശദാംശങ്ങൾ? എന്താണ് ജയരാജൻ ഈ ആത്മകഥയിലൂടെ പറഞ്ഞു വെക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് CPM രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നേതാക്കളുടെ വിവാദ നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല. EP ജയരാജനെ സംബന്ധിച്ചത് രണ്ടാമത്തെ സംഭവം. ഒപ്പം നേരത്തെ VS അച്യുതാനന്ദന്റെ അടക്കമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ EP ജയരാജന്റെ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലെ പരാമർശങ്ങളാണ് പാർട്ടിയെ വെട്ടിലാക്കാൻ പോകുന്നത്. ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, ഇതാണ് തലക്കെട്ടുള്ള DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥ. ഈ ആത്മകഥയിലെ ചില പരാമർശങ്ങളാണ്. നമുക്കറിയാം, EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം CPMന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ പോവാൻ ഇടയായ കാര്യങ്ങളടക്കമുള്ള വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല, പാർട്ടി തന്റെ വാദങ്ങൾ കേൾക്കാതെ നടപടിയെടുത്തു. ഒപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ആദ്യ സർക്കാരിനൊപ്പം എത്താൻ കഴിയുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ തുടങ്ങി EP ജയരാജൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ട വലിയ വിമർശനങ്ങൾക്കെല്ലാം പിന്നിൽ അതിന് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാം, ദേശാഭിമാനി ബോണ്ട് വിവാദ കേസിൽ ബോണ്ട് വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ പഴി കേൾക്കേണ്ടി വന്നത് താൻ. ഒപ്പം തന്നെ VM രാധാകൃഷ്ണൻ വിവാദത്തിലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. പക്ഷേ തനിക്ക് വേറെ മാത്രം വിവാദങ്ങൾ ഉയർന്നു. വൈദേഹം റിസോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ്. അത് നേതാക്കൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, തൻ്റെ വ്യവസായ താല്പര്യമല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനമായി വരുന്നത് പാലക്കാട്ടെ P സരിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. ആ സ്ഥാനാർത്ഥിത്വത്തെയും തള്ളി EP നിലപാടെടുക്കുന്നു എന്ന സാഹചര്യമാണ്. അതായത് P സരിന്റെ സ്ഥാനാർത്ഥിത്വം ശരിയാണോ എന്ന കാര്യം കാലം തെളിയിക്കട്ടെ. പുതിയ സാഹചര്യങ്ങൾ മാറി വരികയാണ്. ഇതിൽ വളരെ ജാഗ്രതയോടെ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും ഈ പുസ്തകത്തിന്റെ കൂടുതൽ ഉള്ളടക്കത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സ്ഥാനമാനങ്ങൾക്കായി വരുന്നവർ വയ്യാവേലിയാണ്. P സരിനെതിരെ രൂക്ഷ വിമർശനമാണ് EP പറയുന്നത്. അതായത് P സരിൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിലേക്ക് വരുന്നു, അതുകൊണ്ട് അത് ശരിയാകുമോ എന്നത് കാലം തെളിയിക്കണമെന്നതാണ്. ഇവർ വയ്യാവേലികളായി മാറുന്നു എന്നതാണ് EP ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് രാഷ്ട്രീയ ചിത്രത്തിൽ ഇത്ര വലിയ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് EP ജയരാജന്റെ പുസ്തകം, ഈ പരാമർശങ്ങൾ ചർച്ചയാകേണ്ടി വരുന്നു എന്നതാണ് CPM വലിയ പ്രതിസന്ധിയിലേക്ക്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ അസംതൃപ്തി ഉണ്ടായിട്ടും വിശദീകരണവുമായി ജയരാജൻ വരുന്നത്. അത് എത്രത്തോളം ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നും വലിയ പരാജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ഘടകമായി എന്നും വിലയിരുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ ചില വിശദാംശങ്ങൾ പുറത്തു വരിക എന്ന് പറയുമ്പോൾ കൃത്യമായ ലക്ഷ്യം ജയരാജനുണ്ട് എന്ന് വേണം കരുതാൻ. ഈ സരിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പാർട്ടി പ്രവർത്തകർ പല വിധത്തിൽ ചോദ്യം ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിൽ ഉള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഒക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരു ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്ന ഒരു നേതാവ് ഇത്തരത്തിൽ പരാമർശം ആത്മകഥയിൽ കാര്യങ്ങളുമായി വരുന്നത് എന്നത് ചെറിയ കാര്യമല്ലല്ലോ. വിവാദ റിസോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരാമർശിക്കുകയാണ്. നേതാക്കൾക്കായി നിർമ്മിച്ചു എന്ന് പറയുന്ന സൈത്ത്. യെസ്, അതാണ് രഞ്ജിത്ത്. ഏറ്റവും പുതിയതായ ഒരു കാര്യം കൂടി, ഇതിൽ EP ജയരാജൻ ഇങ്ങനെ ഒരു പുസ്തകമേ ഇല്ല എന്ന നിലപാടെടുക്കുകയാണ് സൈത്ത്. രഞ്ജിത്ത്, EP ജയരാജൻ ഈ വാർത്ത നിഷേധിക്കുകയാണ്. പുസ്തകം പൂർത്തിയായിട്ടില്ല, പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല, അതിന്റെ നടപടിക്രമങ്ങളിൽ മാത്രമാണ് എന്നതാണ് EP-യുടെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഇതെന്ത് സംഭവിക്കുന്നു എന്ന കാര്യമാണ് വ്യക്തമാവാനുള്ളത്. എന്തായാലും EP ജയരാജൻ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ നിലപാടെടുക്കുന്നത് ഈ പുസ്തകം പൂർത്തിയായിട്ടില്ല, ഒപ്പം തന്നെ അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയല്ല എന്നതായിരിക്കാം അദ്ദേഹത്തിന്റെ വാദം. ആശയക്കുഴപ്പമുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, DC ബുക്സ് ഇതിന്റെ പബ്ലിഷിംഗ് ലൈനിലാണ്. EP ജയരാജൻ നടത്താൻ പോകുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഈ ഉള്ളടക്കം അത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് തന്നെയാണ്. എന്തായാലും EP ഇപ്പോൾ ആദ്യവട്ട പ്രതികരണം അദ്ദേഹത്തിൻ്റെ വന്നത് തൻ്റെ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നതേ ഉള്ളൂ, അത് പ്രസിദ്ധീകരിക്കാൻ സജ്ജമായിട്ടില്ല എന്ന വാദമാണ് അത് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ തയ്യാറായ ഉള്ളടക്കത്തെ അദ്ദേഹം നിഷേധിക്കുകയാണോ, അതല്ല ഇത് മറ്റെന്തെങ്കിലും ഗൂഢാലോചനയാണോ എന്ന വാദമാണോ EP മുന്നോട്ട്